നമ്മൾ ഒരു DIY റെമഡി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും DIY റെമഡീസ് ഭയങ്കര ഇഷ്ടമാണെന്ന് അറിയാം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റൈസ് വാട്ടർ ആയിട്ടാണ്. റൈസ് വാട്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഭയങ്കര ഒരു മാജിക്കൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൺ ആക്കാനായിട്ടും ടൈറ്റൻ ആക്കാനായിട്ടും ആൻറ്റി ഏജിങ്ങിനും അതുപോലെ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ റൈസ് വാട്ടർ. പക്ഷേ റൈസ് വാട്ടർ കറക്റ്റ് രീതിയിൽ യൂസ് ചെയ്യണം. ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ ഡിഫറെൻറ്റ് സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യുക. എല്ലാവർക്കും ഒരേപോലെ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ചിലർക്ക് ഇതിട്ടിട്ട് എനിക്ക് ഫേസിൽ കുരു വന്നു, ഇല്ലെങ്കിൽ എൻ്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോയി, ഇതെനിക്ക് അത്ര സൂട്ടബിൾ ആവണില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് കറക്റ്റ് സ്കിൻ ടൈപ്പിന് അല്ലാതെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കറക്റ്റിന് സ്കിൻ ടൈപ്പുകാർ തന്നെ കറക്റ്റ് രീതിയിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈസ് വാട്ടർ. അപ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി. ഇന്ന് ഞാൻ അതാണ് പറഞ്ഞുതരാൻ പോണത്. ഓരോ സ്കിൻ ടൈപ്പുകൾക്ക് എങ്ങനെയാണ് നമുക്ക് റൈസ് വാട്ടർ യൂസ് ചെയ്യുക, നല്ല സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനൊക്കെ ആയിട്ട്. ഇപ്പോഴാണെങ്കിൽ സമ്മറാണ്, ടാൻ ആവാനായിട്ടുള്ള നല്ല സാധ്യതയുള്ള ടൈമാണ്. അപ്പോൾ ഈ ടൈമിലാകുമ്പോൾ നിങ്ങൾക്ക് സ്കിന്നൊന്നും കൂടി ബ്രൈറ്റൻ ആക്കാനും, പിന്നെ അത് മാത്രമല്ല വെക്കേഷനുമാണ് വരണേ, നിങ്ങൾക്ക് കുറേ ഫങ്ഷൻസൊക്കെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ കൂടി യൂസ്ഫുൾ ആയിരിക്കും ഞാൻ വിചാരിക്കണു. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റും കൂടി ഇട്ടേ പറ്റുള്ളൂ. ഒരു ലവോ, അതല്ലെങ്കിൽ ലൈക്കോ, അതല്ലെങ്കിൽ ഹായിന്നോ, അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കമൻറ്റും കൂടിയിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാം. ഇനി നമുക്ക് തുടങ്ങാം. നമ്മളുണ്ടല്ലോ ഈ റൈസ് വാട്ടറിന് ഒരു പ്രത്യേകത ഉണ്ട്. റൈസ് വാട്ടർ നമുക്ക് പല പല രീതിയിൽ ഉണ്ടാക്കാം. ഈ പല പല രീതിയിൽ എല്ലാവർക്കും ചേരണമെന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 3 മെത്തേഡ്സ് ആണ് പറഞ്ഞുതരാൻ പോണത്. ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാമെന്നും കൂടിയിട്ട് പറയാം കേട്ടോ. ഫസ്റ്റത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പോലെ, നിങ്ങൾക്കൊരു ഇൻസ്റ്റൻറ്റ് നിങ്ങളിപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് ബേണായി, അതല്ലേ നിങ്ങളിപ്പോൾ വെയിൽ കൊണ്ട് വന്നപ്പോഴേക്കും മുഖമൊക്കെ അങ്ങ് പൊള്ളി, ഭയങ്കര പൊള്ളിയെന്നല്ല, അങ്ങ് ഭയങ്കര ഒരു ആവി എടുത്ത് അങ്ങനത്തെ ഒരു ഫീൽ വരില്ലേ നമുക്കിങ്ങനെ ഒരു പുകച്ചിലെടുത്ത് നമ്മളിങ്ങനെ വെയിലെത്തുന്നു ഉച്ചയ്ക്ക് ഇങ്ങനെ, നമ്മളില്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വരുമ്പോഴേക്കും ഇങ്ങനെ ഒരു പുകച്ചിലെടുത്തിട്ട് ഇങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്ന് കയറില്ലേ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു റെമഡിയാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് പച്ചരി എടുക്കുക. പിന്നെ അരിയും ഓരോന്നിനും വ്യത്യാസമുണ്ട് കേട്ടോ. നിങ്ങളുടെ പർപ്പസ് ഇപ്പോൾ നല്ല ബ്രൈറ്റൻ ആവാനാണ് നിങ്ങളുടെ സ്കിന്നെന്നുണ്ടെങ്കിൽ നിങ്ങൾ പച്ചരി എടുക്കുക. അതല്ല നിങ്ങൾ ആൻറ്റി ഏജിങ് ആണ് ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ റൈസ് എടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ആൻറ്റി ഏജിങ് ഇല്ലെങ്കിൽ കൊളാജൻ്റെ ഇതാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിന്നാണ്, അങ്ങനെയൊക്കെ ആകുമ്പോഴേക്ക് ബ്രൗൺ റൈസ് എടുക്കുക. നിങ്ങൾ ബ്രൈറ്റൻ ആവാനാണ് എടുക്കുന്നത്, ഒന്ന് കാം ആവാനാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചരി എടുക്കാം. ഈ പച്ചരിയാണ് കുറച്ചും കൂടി ബ്രൈറ്റനിങ്ങിന് എഫക്റ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പച്ചരി എടുക്കുക. എന്നിട്ട് നല്ലോണം പച്ചരി കഴുകിയതിന് ശേഷം അത് ഒരു പാത്രത്തിലോട്ട് ഇടുക. അതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക. എന്നിട്ടൊരു മൂടി വെച്ച് അടച്ചു വയ്ക്കുക. ഒരു 30 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഇങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ പച്ചരിയിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ട് നിങ്ങളൊരു ബോട്ടിലിൽ സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അത് ഫേസിലോട്ട് സ്പ്രേ ചെയ്യുക. ഇത് ഫ്രിഡ്ജിൽ വേണമെച്ചാൽ വെക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്യാം. നിങ്ങൾക്കിത് ഒരു രാത്രി വരെ വെളി വെച്ചിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുവാണെങ്കിൽ നല്ലതാണ്. ഇത്തിരി ഒന്ന് ഫെർമെൻ്റ് ആയിട്ട് വെക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നാൾ ഇത് ചീത്തയാവാണ്ട് നമുക്ക് ഫ്രിഡ്ജിലിരിക്കും. ഒരു 3 to 4 ഡേയ്സ് വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ ഇത് ചീത്തയാവാണ്ടിരിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെയിലൊക്കെ കൊണ്ടുവരുമ്പോഴേക്കുള്ള ആ ഒന്നൊരു ബ്രൈറ്റൻ ടാൻ ആവാണ്ടിരിക്കും. അതായത് എന്താ ഞാൻ പറയുക, നിങ്ങളിപ്പോൾ ടാൻ ആവാണെന്നുണ്ടെങ്കിൽ ടാൻ ഉടനെ തന്നെ മാറ്റണം. നമ്മൾ ടാൻ ഇരിക്കും തോറും അത് നമ്മുടെ സ്കിന്നിലോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ക്ലാസ്സിൽ പോയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫേസിൽ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒരു കൂളിംഗ് സെൻസേഷന് വേണ്ടി നമ്മൾ ഈ ഇങ്ങനത്തെയൊക്കെ ടോണേഴ്സ് യൂസ് ചെയ്യില്ലേ, ഇതിനെക്കാട്ടിലൊക്കെ ഒരുപാട് ബെറ്റർ ആണ് കേട്ടോ. ഇതിനകത്ത് ഒത്തിരി കെമിക്കൽ സംഗതികളൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. നമ്മൾ ഉണ്ടാക്കുന്ന നാച്ചുറൽ ആണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി നാൾ ഇരിക്കില്ലാതെ ഉള്ളൂ, പക്ഷേ ഭയങ്കര ബെനിഫിഷ്യലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്യാം. ഇത് ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് ചേരണേന്ന് പറയാം. നിങ്ങൾ സെൻസിറ്റീവ് സ്കിന്നുള്ളവരാണ്, നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ളവരാണ്, അതല്ലെങ്കിൽ മെച്യൂർഡ് സ്കിൻ ടൈപ്പ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് നല്ലതായിരിക്കും. ഇനി നിങ്ങൾ ഭയങ്കര ആക്നി പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ യൂസ് ചെയ്യരുത്. ആക്നി പ്രോൺ സ്കിൻ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ബ്രേക്ക് ഔട്ട് വരും. കാരണം ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആയിട്ട് നമുക്കൊരു വെച്ചാൽ യൂസ് ചെയ്യാം. കാരണം ഇതൊരു കാമിങ് എഫക്റ്റാണ് തരണേ. പക്ഷെ എന്നാലും നമ്മൾ റിസ്ക് എടുക്കേണ്ട എന്തിനോ, അത്രയും ആക്നീസ് വരുന്നതാകുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കാത്തതാണ് നല്ലത്. നിങ്ങളുടെ സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ ഒരു കാമിങ്ങിന് വേണ്ടി നല്ലതാണ്. സെൻസിറ്റീവ് സ്കിൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ആക്നി പ്രോൺ സെൻസിറ്റീവ് സ്കിന്നാണെങ്കിൽ യൂസ് ചെയ്യരുത്. അതല്ലാതെ എന്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇറിറ്റേഷൻ വരുന്ന സെൻസിറ്റീവ് സ്കിന്നില്ലേ, അങ്ങനത്തെ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം.
ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. നമ്മൾ ഈ പച്ചരി എടുക്കുക, കുറച്ച് വെള്ളത്തിനകത്ത് പച്ചരി കഴുകിയിട്ടോ, കഴുകിയതിന് ശേഷം കുറച്ച് വെള്ളത്തിനകത്തിട്ട് കുറച്ച് നേരം തിളപ്പിക്കുക. തിളപ്പിച്ചിട്ട് ഇത് നമ്മൾ ഞെക്കുമ്പോഴേക്കും ഞങ്ങളുടെ പരുവത്തിൽ നമ്മൾ കഞ്ഞി ഉണ്ടാക്കില്ലേ, അത് നമ്മളുടെ മറ്റേ കുത്തരി ചോറക്കല്ലേ എടുക്കുക, അങ്ങനത്തേത് എടുക്കാണ്ട് ഈ പച്ചരി ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഇങ്ങനെ തിളപ്പിച്ച് തന്നെ എടുക്കുക കേട്ടോ. നിങ്ങൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കരുത്, തിളപ്പിച്ച് തന്നെ എടുക്കുക. കാരണം നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് കിട്ടാന്നുള്ളതല്ല, നമ്മൾ കുക്കറിലിടുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാനല്ലേ. നമ്മളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലോട്ട് ഇറങ്ങണം. അപ്പോൾ അതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് ഇത് ഓണാക്കി കുറേ നേരിട്ട് ഇങ്ങനെ തിളപ്പിക്കും. കുറേ നേരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്ന് വെന്ത് കിട്ടുന്നത് വരെ നിങ്ങൾ ആദ്യമേ ഹൈ ഫ്ലെയിമിലിടുക, പിന്നെ മീഡിയം ഫ്ലെയിമിലിടുക, എന്നിട്ട് അത് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് വെള്ളം അതിൻ്റെ ആ ഒരു ഫുൾ ഇങ്ങനെ ഒന്ന് കുഴച്ചു കൊടുക്കുക. കുഴച്ചു കൊടുത്തതിന് ശേഷം വെള്ളം മാത്രമായിട്ട് നിങ്ങൾ ഒരു ബോട്ടിലോട്ട് എടുക്കുക. എന്നിട്ട് ഈ വെള്ളം കുറച്ച് നേരം വെളിയിൽ വെക്കുക. ഒരു നിങ്ങളിപ്പോൾ രാവിലെ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി ആകുമ്പോഴേക്കും അത് വേറൊരു കുപ്പിയിലോട്ടാക്കുക. ആ കുപ്പിയിലോട്ടാക്കിയിട്ട് നിങ്ങൾക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇങ്ങനെ എടുക്കുന്ന റൈസ് വാട്ടർ നിങ്ങൾ ഭയങ്കര ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് അടിപൊളിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഡീഹൈഡ്രേറ്റഡ് സ്കിന്നാണ്, നിങ്ങളുടെ സ്കിന്ന് ഭയങ്കര സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിട്ടിരിക്കുകയാണ്. ബൈ ദ വൈ സ്കിൻ ബാരിയർ എങ്ങനെയാണ് ഡാമേജ് ആയിക്കണേ നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പിമ്പിൾസ് ഉണ്ടോ, പിമ്പിൾസ് വരും. ഡ്രൈ ആകും. ഇങ്ങനെ കുഞ്ഞു പിമ്പിൾസ് വരും. ഇപ്പോഴുള്ള മിക്ക ആളുകളുടെയും ഇഷ്യൂ ആണ് ഈ ഒരു സ്കിൻ ബാരിയർ ഡാമേജ് ആവാന്നുള്ളത്. നമ്മൾ അതും ഇതും പിന്നെ നമ്മളുടെ ഈ പൊല്യൂഷനും ഡേർട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആവാം. അതിനെ റീഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബോയിൽഡ് റൈസ് വാട്ടർ ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇതിനകത്ത് സ്റ്റാർച്ച് കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് നല്ല ഡീപ്ലി ഹൈഡ്രേറ്റ് ചെയ്യും. പക്ഷേ ഇത് നിങ്ങൾ ആക്നി, ഓയിലി, പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ളവർ യൂസ് ചെയ്യരുത്. നിങ്ങൾക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ബ്രേക്ക് ഔട്ടും നിങ്ങളുടെ ആ ഒരു പോഴ്സൊക്കെ ഒന്ന് ക്ലോഗ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഡ്രൈ, മെച്യൂർ, ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിൻ ടൈപ്പ് ഉള്ളവർ. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ഡീഹൈഡ്രേഷൻ കൊണ്ട് വരുന്ന പിമ്പിൾസും ഓയിലി സ്കിന്നുകാർക്ക് വരുന്ന പിമ്പിൾസും രണ്ട് പിമ്പിൾസാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അങ്ങനെ നിങ്ങളുടെ സ്കിന്ന് കോംപ്രമൈസ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന പിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ഇത് നിങ്ങൾക്ക് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്തത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു 2 ദിവസത്തേക്ക് ഈ പച്ചരി എടുത്ത് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് മൂടി വെച്ചേക്കും. അതായത് അതിനെ ഫെർമെൻ്റ് ആണ്, ഒരു ഇത്തിരി പൊട്ട മണക്കുണ്ട്, ഇങ്ങനെ ആ ഒരു പുളിച്ച മണമില്ല, ആ ഒരു പുളിച്ച മണത്തിലോട്ട് എത്തണം ഇത്. അങ്ങനെ ഇത് വയ്ക്കുക. എന്നിട്ട് ഇതൊരു കുപ്പിയിലോട്ട് ഒഴിച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് ഒരു 7-8 ഡേയ്സ് വരെയൊക്കെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇത് നിങ്ങൾ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് അടിപൊളിയായിരിക്കും. കാരണം ഇത് ഫെർമെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഇതിനൊരു അസിഡിക് നേച്ചർ വരും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ സ്കിന്നൊന്ന് പോഴ്സ് ടൈറ്റൻ ആവാനും ആ ഗ്ലാസ് സ്കിന്നൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഇത് നല്ലതാണ്. ഒരു ടൈറ്റനിങ് എഫക്റ്റ് നമ്മുടെ സ്കിന്നിലോട്ട് കൊണ്ടുവരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എന്താ പറയുക, മറ്റേ ആൻറ്റിബയോട്ടിക് അല്ലല്ലോ, പ്രോബയോട്ടിക് പ്രോപ്പർട്ടീസൊക്കെ അതിന് വരും. അപ്പോൾ നമ്മളുടെ സ്കിന്നിലുള്ള ആ ഒരു ബാക്ടീരിയൽ ഗ്രോത്തിനൊക്കെ ഒന്ന് മാറ്റി തിരിച്ച് ഫൈറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റുന്ന ഒരു രീതിയിലാണ് ഈ ഒരു റൈസ് വാട്ടർ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടിട്ട് അത് നിങ്ങൾ ആക്നി പ്രോൺ സ്കിന്നുള്ളവർ, ഓയിലി സ്കിൻ ടൈപ്പ്, ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഫെർമെൻറ്റഡ് റൈസ് വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഈ ഒരു റൈസ് വാട്ടർ നിങ്ങൾ ആൻറ്റി ഏജിങ് നോക്കണവരാണ്, അതായത് നിങ്ങൾക്ക് റിങ്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ റിങ്കിൾസിനെയൊക്കെ മാറ്റാനായിട്ടും കൂടി ഹെൽപ്പ് ചെയ്യാം കേട്ടോ. കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു റൈസ് വാട്ടർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓയിലി ആക്നി പ്രോൺ സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 ദിവസം പച്ചരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് യൂസ് ചെയ്യുക. അതല്ലാതെ നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് കൂളിംഗ് എഫക്റ്റിനാണ് ആദ്യം ഞാൻ പറഞ്ഞ സംഗതിയില്ല, അത് ജസ്റ്റ് ഒരു കൂളിംഗ് എഫക്റ്റേ കിട്ടത്തുള്ളൂ. അല്ലാതെ അത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഭയങ്കര ബ്രൈറ്റനിങ് ഒന്നും തോന്നില്ല. പക്ഷേ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തോ ഒരു 2 ആഴ്ചയൊക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങൾ റെഗുലർലി ഇത് ഫേസിൽ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യും. പക്ഷേ അതിന് എഫക്റ്റ് ഭയങ്കര കുറവാണ്. നമ്മൾ 30 മിനിറ്റ് അല്ലേ അത് വെള്ളത്തിലിടുന്നുള്ളൂ. ഇനി നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്കിൻ ബാരിയർ റിപ്പയർ ചെയ്യുക, അങ്ങനത്തെ ഒരു എന്താ പറയുക, ഒരു റിച്ച് പ്രോപ്പർട്ടീസാണ് വരിക. അല്ലാതെ നമ്മളുടെ സ്കിന്നിനെ ഇങ്ങനെ പ്രോബയോട്ടിക്കോ ആൻറ്റി ഓക്സിഡൻറ്റ് അങ്ങനത്തെ പ്രോപ്പർട്ടീസ് ഒന്നുമില്ല. പ്യുവർലി ഹൈഡ്രേറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കിൻ ബാരിയറിനെ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുന്ന റൈസ് വാട്ടർ എന്ന് നമുക്ക് ഗുണമുള്ളത്. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന, നിങ്ങളുടെ സ്കിന്ന് ബ്രൈറ്റൻ ആക്കാനും ടാൻ റിമൂവലിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഫേസ് മാസ്ക് ആണ്. ഈ മാസ്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാവും. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കൂടി താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് റൈസ് വാട്ടർ ഞാൻ പച്ചരി എടുത്ത് ഇങ്ങനെ ഒന്ന് കഴുകിയിട്ട് കുക്ക് ചെയ്തെടുക്കുക. കാരണം എനിക്ക് ആ ഒരു എന്താ പറയുക, മോയ്സ്ചറൈസിങ് ഇല്ലെങ്കിൽ അങ്ങനത്തെ സീലിംഗ് പ്രോപ്പർട്ടീസിൽ ആണ് ഈ ഒരു റൈസ് വാട്ടറിൻ്റെ വേണ്ടത്. പിന്നെ ഞാൻ ഈ പച്ചരി കുറച്ചൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ആയിക്കോട്ടെ
ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് എടുത്താട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള കഞ്ഞിവെള്ളം ഇല്ലേ, ആ കഞ്ഞിവെള്ളമാണെന്നുണ്ടെങ്കിലും എടുക്കാം. പച്ചരി ആകുമ്പോൾ ഇത്ര കൂടി ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ അല്ലേ നമ്മുടെ ഇന്നത്തെ വീഡിയോ, അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് പപ്പായ എടുക്കുന്നുണ്ട്. പപ്പായ ടാൻ റിമൂവലിന് അടിപൊളിയാണ് കേട്ടോ. പപ്പായ ജസ്റ്റ് ഹണിയും കൂടി മിക്സ് ചെയ്ത് തന്നെ സൂപ്പറാണ്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ലെമൺ എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ലെമൺ അലർജറ്റിക് ആണെന്നുണ്ടെങ്കിൽ നെല്ലിക്ക എടുക്കാം. ലെമണിനെക്കാട്ടിലും നെല്ലിക്ക കുറച്ചുകൂടി എഫക്റ്റീവാണ് നെല്ലിക്കയുടെ ജ്യൂസ്. പിന്നെ ഞാൻ ഇതിലോട്ട് ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഹൈഡ്രേഷന് വേണ്ടി എന്തെങ്കിലും ഇപ്പോൾ ഫ്ലാക്സ് സീഡ് ആണെന്നുണ്ടെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതാണ് നമുക്ക് മെയിനായിട്ട് ഹൈഡ്രേഷൻ തരാം. ഈ ഹൈഡ്രേഷനെ ലോക്ക് ചെയ്യാനായിട്ടാണ് റൈസ് വാട്ടർ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഈ ചിയാ സീഡിലോട്ട് വെള്ളം അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ അരച്ചെടുക്കാൻ. എങ്കിലാണ് ഈ ഒരു ജെല്ലി ഗ്ലൂ ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വരുള്ളൂ. ഇത് അബ്സോർബ് ആയതിന് ശേഷം തന്നെ വേണം കേട്ടോ അരയ്ക്കാനായിട്ട്. എന്നിട്ട് നമുക്ക് ഫേസിലോട്ട് നല്ല കട്ടിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ ഇത് രാത്രി കിടക്കണമായതുകൊണ്ട് കേട്ടോ എൻ്റെ തലയിൽ ഇങ്ങനെ മറ്റേ ഹീറ്റ്ലെസ് കേൾസും രാത്രി കിടക്കാൻ നല്ല തയ്യാറെടുപ്പിലാണ്. ഓക്കെ, അപ്പോൾ ഫേസിലോട്ട് നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നല്ലോണം അപ്ലൈ ചെയ്യുക. ഇത് നിങ്ങൾക്ക് രാത്രിയിൽ അപ്ലൈ ചെയ്യണതാണ് ഇച്ചിരി കൂടി ബെറ്റർ. ഇത് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ്ലി സൺലൈറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാട്ടും ഇത്ര കൂടി എഫക്റ്റീവ് രാത്രി ചെയ്യുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി 2 തവണ ചെയ്യാം കേട്ടോ. ഒരു 2 ആഴ്ചയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ടാൻ നല്ലോണം റിമൂവ് ആവുന്ന പോലെ ഫീൽ ചെയ്യും. ഇത് പിന്നെ ഒരു 20 മിനിറ്റ്സ് വെക്കുക. ഒരുപാട് ഡ്രൈ ആവണ്ട. എന്നിട്ട് ചെറുതായിട്ട് സ്ക്രബ് ചെയ്ത് കഴുകുക. ഭയങ്കര അഗ്രസീവായിട്ട് സ്ക്രബ് ചെയ്യരുത്. ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു നമുക്ക് നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞാൽ മറക്കരുത്, നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് സജഷൻ വരുള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ട്, എന്നോട് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ എപ്പോഴാണ് എൻ്റെ വീഡിയോ ആദ്യം കണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. ഏത് വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല യൂസ്ഫുൾ എൻ്റർടൈനിങ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.